വിശാലമായ നമ്മുടെ മഹാപ്രപഞ്ചത്തിന്റെ അനന്തതയിൽ ഇരുട്ടിൽ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് നിഗൂഢതകളുണ്ട്. ഈ നിഗൂഢതകളുടെ മറകൾ നീക്കാൻ ശാസ്ത്രജ്ഞർ നിരന്തരം പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് പല പ്രപഞ്ച രഹസ്യങ്ങളും അറിയാവുന്നത്. എന്നാൽ ചിലപ്പോൾ അവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് പകരം പ്രപഞ്ച നിഗൂഢതകളുടെ ആഴം കൂട്ടുകയാണ് ചെയ്യുന്നത്. അത്തരമൊരു പ്രതിഭാസം ഈയിടെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തി. ബഹിരാകാശത്തിലൂടെ ഒഴുകി നടക്കുന്ന പൂർണ്ണമായ വൃത്താകൃതിയിലുള്ള ഘടനകളാണ് ആ നിഗൂഢ പ്രതിഭാസം. ഈ ഘടനകൾക്ക് നമ്മുടെ ഗാലക്സിയുടെ 50 മടങ്ങ് വരെ വലിപ്പമുണ്ട്. പക്ഷെ ഇവ ഗാലക്സികളല്ല. ഇവയിൽ നിന്നും ദൃശ്യപ്രകാശം വമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വലിപ്പമുണ്ടായിരുന്നിട്ടും യഥാർത്ഥത്തിൽ ഇവ അദൃശ്യമാണ്. അതിനേക്കാൾ വിചിത്രം എന്താണെന്നാൽ ഈ ഘടനകൾ എങ്ങനെ രൂപം കൊണ്ടുവെന്നോ, ഇവയ്ക്ക് പിന്നിലെ പ്രവർത്തനം എന്താണെന്നോ, ഇവ രൂപം കൊള്ളുന്ന സാഹചര്യങ്ങൾ എന്താണെന്നോ അങ്ങനെ ഒന്നും തന്നെ നമുക്കറിയില്ല. ഇതാണ് ഓഡ് റേഡിയോ സർക്കിൾസ് മിസ്റ്ററി. ഓസ്ട്രേലിയയിൽ സ്ഥാപിച്ചിരിക്കുന്ന ആസ്കാപ്പ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് അന്ന കബിൻസ്ക എന്നൊരു ജ്യോതിശാസ്ത്രജ്ഞ വിചിത്രമായ 3 ബഹിരാകാശ വസ്തുക്കളെ കണ്ടെത്തി. ഏകദേശം കൃത്യമായ വൃത്താകൃതിയിലുള്ള വസ്തുക്കൾ. അത് ശാസ്ത്രജ്ഞർക്ക് വളരെ വിചിത്രമായിട്ട് തോന്നി. അതിനാൽ ഒരുപക്ഷെ ഇത് നിരീക്ഷണത്തിൽ വന്ന എന്തെങ്കിലും പിഴവോ അല്ലെങ്കിൽ ടെലിസ്കോപ്പിൽ സംഭവിച്ച എന്തെങ്കിലും ഗ്ലിച്ചോ ആയിരിക്കുമെന്നാണ് ആദ്യം അന്ന ഉൾപ്പെടെയുള്ള ജ്യോതിശാസ്ത്രജ്ഞർ കരുതിയത്. അങ്ങനെ അത് സ്ഥിരീകരിക്കാൻ കൂടുതൽ ജ്യോതിശാസ്ത്രജ്ഞർ ചേർന്ന് വീണ്ടും ഈ വസ്തുക്കളെ നിരീക്ഷിച്ചു. ഇത്തവണ ആറ്റ്ക എന്ന മറ്റൊരു ടെലിസ്കോപ്പാണ് ഉപയോഗിച്ചത്. അതും ഓസ്ട്രേലിയയിൽ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെ വീണ്ടും നിരീക്ഷിച്ചപ്പോഴാണ് ഇത് ശരിക്കുമുള്ള വസ്തുക്കൾ തന്നെയാണെന്ന കാര്യം ഉറപ്പിച്ചത്. പക്ഷെ ഇത് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഒക്കെ പോലെയുള്ള സാധാരണ ബഹിരാകാശ വസ്തുക്കളല്ല, മറിച്ച് വളരെയധികം കനം കുറഞ്ഞ വാതകങ്ങളും മാഗ്നറ്റിക് ഫീൽഡും കൊണ്ട് നിർമ്മിതമായ ഘടനകളാണ്. അതിനാൽ യഥാർത്ഥത്തിൽ ഇവയെ വസ്തുക്കൾ എന്ന് വിളിക്കുന്നത് പോലും ശരിയല്ല. മറ്റൊരു കാര്യം, ഈ ഘടനകളിൽ വാതകങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവ നെബുലകളെ പോലെയാണെന്ന് കരുതരുത്. കാരണം നെബുലകളിൽ വാതകങ്ങൾക്ക് പുറമെ മറ്റ് പദാർത്ഥങ്ങളും പൊടിപടലങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, ഈ ഘടനകളിലെ വാതകങ്ങൾക്ക് നെബുലകളിലുള്ളതിനേക്കാൾ ഒരുപാട് സാന്ദ്രത കുറവാണ്. യഥാർത്ഥത്തിൽ ഈ ഘടനകൾക്കുള്ളിൽ ചെന്ന് നിന്നാൽ പ്രത്യക്ഷത്തിൽ അവിടെ വാതകങ്ങൾ ഉണ്ടെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത്രയേറെ സാന്ദ്രത കുറഞ്ഞതാണ് ഈ ഘടനകൾ. എന്തായാലും ഈ ഘടനകൾ എങ്ങനെ രൂപം കൊണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിഗൂഢത. ഇത്തരം ഘടനകൾ നിർമ്മിക്കാൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസവും നിലവിൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവയുടെ വലിപ്പമാണ് മറ്റൊരു അത്ഭുതം. ഇവ അത്ര ചെറിയ ഘടനകളൊന്നുമല്ല. പല ദശലക്ഷക്കണക്കിന് പ്രകാശ വർഷങ്ങളാണ് ഇവയുടെ വലിപ്പം. താരതമ്യേന പറഞ്ഞാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ 30 മുതൽ 50 മടങ്ങ് വരെ ഇവയ്ക്ക് വലിപ്പമുണ്ട്. ഇവയുടെ ഏകദേശം കൃത്യമായ വൃത്താകൃതിയാണ് മറ്റൊരു നിഗൂഢത. ഇത്രയും വലിയ ഘടനകൾക്ക് പൊതുവെ ഒരിക്കലും പൂർണ്ണമായ വൃത്താകൃതി ഉണ്ടായിരിക്കില്ല. അതിനു പുറമെ ഒരു വിചിത്രമായ കാര്യം എന്താണെന്നാൽ സാധാരണ ബഹിരാകാശ വസ്തുക്കളുടെ കേന്ദ്രഭാഗത്തിനായിരിക്കും കൂടുതൽ ശോഭയുള്ളത്. എന്നാൽ ഈ വൃത്തങ്ങളുടെ അതിരുകൾക്കാണ് കൂടുതൽ ശോഭയുള്ളത്. അതായത് പ്രത്യക്ഷത്തിൽ ഇതിനു ചുറ്റും ഒരു റിംഗ് ഉള്ളത് പോലെ തോന്നും. ഈ ഘടനകൾ റേഡിയോ തരംഗങ്ങളല്ലാതെ വേറെ ഒരു പ്രകാശ തരംഗങ്ങളും പുറത്തു വിടുന്നില്ല എന്നതാണ് മറ്റൊരു നിഗൂഢത. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇവ മിസ്റ്ററികളുടെ ഒരു കൂമ്പാരമാണ്. നിലവിൽ നമുക്കറിയാവുന്ന ഒരു പ്രതിഭാസത്തിനും ഇവയെ കൃത്യമായി വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് അപൂർവം എന്ന രീതിയിൽ ഓഡ് റേഡിയോ സർക്കിൾസ് അഥവാ ഓർക്ക് എന്ന് പേര് നൽകിയിരിക്കുന്നത്. ചെറിയ നക്ഷത്രങ്ങൾ അവയുടെ ജീവിത ചക്രത്തിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ അവയുടെ പുറം ഭാഗമെല്ലാം പുറന്തള്ളും. ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന വാതകങ്ങളും പദാർത്ഥങ്ങളുമെല്ലാം ഈ നക്ഷത്രത്തിന് ചുറ്റും കൂടി നിന്ന് ഒരു വലിയ ഘടനയായി മാറും. പ്ലാനറ്ററി നെബുല എന്നാണ് ഇത്തരം ഘടനകളെ പറയുന്നത്. അവയ്ക്ക് ഏകദേശം വൃത്താകൃതിയുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓർക്കുകൾ ഒരുപക്ഷെ ഇത്തരം പ്ലാനറ്ററി നെബുലകളായിരിക്കുമെന്ന് ആദ്യം ചില ശാസ്ത്രജ്ഞർ സംശയിച്ചിരുന്നു. പക്ഷേ പ്ലാനറ്ററി നെബുലകൾ റേഡിയോ തരംഗങ്ങൾ മാത്രമല്ല, എക്സ്റേയും യുവിയും പോലെയുള്ള മറ്റ് തരംഗങ്ങളും പുറത്തുവിടും. അതുമാത്രമല്ല, പ്ലാനറ്ററി നെബുലകൾ വളരെ ചെറിയ ഘടനകളാണ്. കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്ലാനറ്ററി നെബുലയ്ക്ക് പോലും വെറും 15 പ്രകാശ വർഷങ്ങളുടെ വ്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഓർക്കുകൾ എന്തായാലും പ്ലാനറ്ററി നെബുലകളല്ലെന്ന് ആദ്യമേ തന്നെ ശാസ്ത്രജ്ഞർക്ക് മനസ്സിലായി. ശേഷം ഇവ ഒരുപക്ഷെ സൂപ്പർനോവകളായിരിക്കുമോ എന്ന് സംശയിച്ചിരുന്നു. കാരണം സൂപ്പർനോവകൾക്ക് ഇങ്ങനെയുള്ള ഘടനകൾ നിർമ്മിക്കാൻ കഴിയും. അതായത് ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ അതിൽ നിന്നും അതിതീവ്രമായ ഷോക്ക് വേവ് ഉണ്ടാകും. ഈ ഷോക്ക് വേവിന്റെ ശക്തി കാരണം നക്ഷത്രത്തിലുള്ള സകല പദാർത്ഥങ്ങളും അതിൽ നിന്നും എല്ലാ ദിശകളിലേക്കും ചിതറിപ്പോകും. ഈ ചിതറിപ്പോകുന്ന പദാർത്ഥങ്ങൾ ഒരു വലിയ ഘടന പോലെ നക്ഷത്രത്തിന്റെ അവശേഷിപ്പിന് ചുറ്റും നിലനിൽക്കുകയും ചെയ്യും.
സൂപ്പർനോവ റെമനൻസ് എന്നാണ് ഈ ഘടനകളെ പറയുന്നത്. പ്രശസ്തമായ ക്രാബ് നെബുലയാണ് ഇതിന്റെ ഒരു ഉദാഹരണം. ഒരുപാട് കാലപ്പഴക്കമുള്ള സൂപ്പർനോവ റെമനൻസിൽ നിന്നും ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നതും റേഡിയോ തരംഗങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഓർക്കുകളും ഇതുപോലെയുള്ള സൂപ്പർനോവ റെമനൻസ് ആയിരിക്കുമെന്ന് നമുക്ക് സംശയിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ഒരു സൂപ്പർനോവ റെമനന്റിനും ഓർക്കുകളുടെ അത്ര കൃത്യമായ വൃത്താകൃതിയില്ല. ക്രാബ് നെബുലയെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഇതിന്റെ അതിരുകൾ ഒരു ഷേപ്പുമില്ലാത്തതാണ്. ഇതിന്റെ കാരണം സൂപ്പർനോവയിൽ നിന്നും ചിതറുന്ന പദാർത്ഥങ്ങൾ ബഹിരാകാശത്തിലുള്ള പദാർത്ഥങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ബഹിരാകാശത്തിൽ എല്ലായിടത്തും പദാർത്ഥങ്ങളുടെ സാന്ദ്രത ഒരേപോലെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്ററാക്ട് ചെയ്യുന്ന നിരക്കിലും വ്യത്യാസമുണ്ടായിരിക്കും. അനന്തരഫലമായിട്ടാണ് ഇങ്ങനെ കൃത്യമായ ഷേപ്പ് ഇല്ലാതെ പോകുന്നത്. എന്നാൽ ഓർക്കുകളാണെങ്കിൽ വളരെ കൃത്യമായ വൃത്താകൃതിയുള്ളവയുമാണ്. എന്നിരുന്നാലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സൈദ്ധാന്തികമായി ചിന്തിക്കുമ്പോൾ സൂപ്പർനോവ റെമനൻസിനും ഇങ്ങനെ കൃത്യമായ വൃത്താകൃതി ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിന്റെ ആകൃതി മാത്രമല്ല പ്രശ്നം. സൂപ്പർനോവ റെമനൻസ് കൂടുതലും പുറത്തുവിടുന്നത് റേഡിയോ തരംഗങ്ങളാണെങ്കിലും അതിനോടൊപ്പം തന്നെ ഗാമ റേസ്, എക്സ് റേസ്, UV അങ്ങനെയുള്ള മറ്റ് തരംഗങ്ങളും പുറത്തുവിടാറുണ്ട്. പക്ഷേ ഓർക്കുകൾ അങ്ങനെ വേറെ ഒരു തരംഗങ്ങളും പുറത്തുവിടുന്നില്ല. അതുമാത്രമല്ല, ഓർക്കുകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ സൂപ്പർനോവ റെമനൻസ് എല്ലാം വളരെ ചെറിയ ഘടനകളാണ്. നേരത്തെ പറഞ്ഞ ക്രാബ് നെബുലയ്ക്കാണെങ്കിൽ വെറും 11 ലൈറ്റ് ഇയേഴ്സിന്റെ വ്യാസം മാത്രമേ ഉള്ളൂ. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും വലിയ സൂപ്പർനോവ റെമനൻസിന് പോലും 100 കണക്കിന് പ്രകാശ വർഷങ്ങളുടെ വ്യാസമേ ഉള്ളൂ. അതിനാൽ നിലവിൽ നമ്മൾ മനസ്സിലാക്കിയതും നിരീക്ഷിച്ചറിഞ്ഞതും വെച്ച് നോക്കുമ്പോൾ ഓർക്കുകളുടെ എത്ര വലിപ്പമുള്ള ഘടനകൾക്ക് രൂപം നൽകാൻ ഒരു നക്ഷത്ര വിസ്ഫോടനത്തിനും അതിന് എത്ര വലിയ സൂപ്പർനോവ ആയിരുന്നാലും ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഓർക്കുകൾ സൂപ്പർനോവ റെമനൻസ് ആയിരിക്കുമെന്ന സംശയവും തെറ്റായിരിക്കുമെന്ന് ആദ്യമേ തന്നെ ശാസ്ത്രജ്ഞർ മനസ്സിലാക്കി. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ പൾസേറ്റിംഗ് സ്റ്റാർസിന്റെ നിഗമനവും ശാസ്ത്രജ്ഞർ തള്ളിക്കളഞ്ഞു. കാരണം പൾസേറ്റിംഗ് നക്ഷത്രങ്ങൾക്കും ഇതിന് സമാനമായ ഘടനകൾക്ക് രൂപം നൽകാൻ പറ്റും. പക്ഷേ ഓർക്കുകളെ വെച്ച് നോക്കുമ്പോൾ അവയും ഒരുപാട് ചെറുതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ മിൽക്കി വേയിൽ കണ്ടിട്ടുള്ള ഇതിന് സമാനമായ സകല പ്രതിഭാസങ്ങളും ഓർക്കുകളേക്കാൾ തീരെ ചെറുതാണ്. ചെറുതെന്ന് വെച്ചാൽ ഓർക്കുകൾ മഹാസമുദ്രങ്ങളെ പോലെയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള സമാനമായ മറ്റെല്ലാ പ്രതിഭാസങ്ങളും യഥാർത്ഥത്തിൽ ചെറിയൊരു തടാകം പോലെയാണ്. അത്രയും ബൃഹത്തായ ഘടനകളാണ് ഓർക്കുകൾ. ഇത്രയും വലിപ്പമുള്ളതുകൊണ്ട് ഇനി ഒരുപക്ഷെ ഇവ എന്തെങ്കിലും വിധത്തിലുള്ള ഗാലക്സികളായിരിക്കുമെന്ന് നമുക്ക് കരുതാമായിരുന്നു. കാരണം റിംഗ് ഗാലക്സികൾ എന്ന ഒരു വിഭാഗം ഗാലക്സികളുണ്ട്. ഈ ഗാലക്സികൾക്ക് ചുറ്റിലും ഒരു വലിയ വളയമുണ്ടായിരിക്കും. അതിനൊരുത്തമ ഉദാഹരണമാണ് കാർട്ട്വീൽ ഗാലക്സി. ഇത്തരം ഗാലക്സികളുടെ വളയങ്ങൾ റേഡിയോ തരംഗങ്ങളാണ് കൂടുതലും പുറത്തുവിടുന്നത്. ഈ ഗാലക്സികളുടെ വലിപ്പവും ബൃഹത്തായിരിക്കും. പക്ഷേ ഓർക്കുകൾ റിംഗ് ഗാലക്സികളല്ല എന്നതും ഉറപ്പാണ്. കാരണം റിംഗ് ഗാലക്സികൾ റേഡിയോ തരംഗങ്ങൾക്ക് പുറമെ മറ്റ് പ്രകാശ തരംഗങ്ങളും പുറത്തുവിടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയെ മറ്റ് ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചും കാണാൻ സാധിക്കും. എന്നാൽ ഓർക്കുകൾ അങ്ങനെയല്ല. റേഡിയോ ടെലിസ്കോപ്പുകളിലൂടെ അല്ലാതെ മറ്റ് ടെലിസ്കോപ്പുകളിലൂടെ ഓർക്കുകളെ നോക്കിയാൽ അവ പൂർണ്ണമായും അദൃശ്യമായിരിക്കും. അതിനർത്ഥം അവിടെ ഒരു ഗാലക്സി ഇല്ല എന്നാണ്. ഇത് പറയുമ്പോഴും രണ്ട് ഓർക്കുകളുടെ മധ്യത്തിൽ ഗാലക്സികൾ നിലനിൽക്കുന്നതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ആ ഗാലക്സികളിൽ നിന്നുമാണ് ആ ഓർക്കുകൾ രൂപം കൊണ്ടതെന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ എങ്കിലും മറ്റ് ഓർക്കുകൾ എങ്ങനെ രൂപം കൊണ്ടുവന്നത് അപ്പോഴും ഒരു വലിയ ചോദ്യമാണ്. എന്തെന്നാൽ മറ്റു ഓർക്കുകളുടെ ഉള്ളിൽ ഇങ്ങനെ ഗാലക്സികൾ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. അതുമാത്രമല്ല, രണ്ട് ഓർക്കുകളുടെ മധ്യത്തിൽ കണ്ടെന്ന് പറഞ്ഞ ഗാലക്സികൾ യഥാർത്ഥത്തിൽ ആ ഓർക്കുകളുടെ ഉള്ളിലുള്ളത് തന്നെയാണോ അല്ലയോ എന്നത് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഇതേ കാരണം കൊണ്ട് തന്നെ ഓർക്കുകൾ ഐൻസ്റ്റൈൻ റിംഗ്സ് അല്ല എന്നതും സ്ഥിരീകരിച്ചു. അതായത് ഒരു ഗാലക്സിയിൽ നിന്നും വരുന്ന പ്രകാശം മുന്നിലുള്ള എന്തെങ്കിലും ഒരു ബഹിരാകാശ വസ്തു കാരണം വളച്ചൊടിക്കപ്പെടും. അനന്തരഫലമായി നമ്മൾ കാണുമ്പോൾ ആ മുന്നിലുള്ള വസ്തുവിന് ചുറ്റും ഒരു വലിയ റിംഗ് ഉള്ളതായിട്ട് തോന്നും. ഇതാണ് ഐൻസ്റ്റൈൻ റിംഗ്. പക്ഷേ ഐൻസ്റ്റൈൻ റിങ്ങുകളിൽ നിന്ന് മറ്റ് പ്രകാശ തരംഗങ്ങളും വരേണ്ടതാണ്. അതുകൊണ്ട് എന്തായാലും ഇത് ഐൻസ്റ്റൈൻ റിംഗ്സും അല്ല. അങ്ങനെയെങ്കിൽ ശരിക്കും ഇതെന്താണ്? നിലവിൽ ഓർക്കുകൾക്ക് പിന്നിൽ പ്രധാനപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങളുണ്ട്. ഒന്ന്, ഒരുപക്ഷെ നമ്മൾ ഇത് മുൻപും കണ്ടിട്ടുള്ള മറ്റൊരു ഘടനയായിരിക്കും. പക്ഷേ വ്യത്യസ്തമായ ആംഗിളിലൂടെ ആയിരിക്കും കാണുന്നത്. അതായത് ചില ഗാലക്സികളുടെ മധ്യത്തിലുള്ള സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾസ് വളരെ ആക്റ്റീവ് ആയിരിക്കും. ആക്റ്റീവ് എന്ന് വെച്ചാൽ അവ നിരന്തരമായിട്ട് വൻതോതിലുള്ള പദാർത്ഥങ്ങൾ വിഴുങ്ങുന്നുണ്ടായിരിക്കും. ഇത്തരം ബ്ലാക്ക് ഹോൾസിന് ചുറ്റും ഗംഭീരമായ അക്രീഷൻ ഡിസ്കും ഉണ്ടായിരിക്കും. ഈ അക്രീഷൻ ഡിസ്കിൽ നിന്നുമുള്ള ഊർജവും പദാർത്ഥങ്ങളും ബ്ലാക്ക് ഹോളിന്റെ ധ്രുവങ്ങളിലൂടെ പുറത്തേക്ക് വമിക്കും. ബ്ലാക്ക് ഹോൾ ജെറ്റ്സ് എന്നാണ് ഇത്തരം ഊർജ പ്രവാഹത്തിനെ പറയുന്നത്. പ്രധാനമായും റേഡിയോ തരംഗങ്ങളാണ് ഇത്തരം ജെറ്റുകളിലൂടെ വമിക്കുന്നത്.
ഈ ജെറ്റുകൾ പല ദശലക്ഷക്കണക്കിന് പ്രകാശവർഷ ദൂരം വരെ എത്തും. അതുകൊണ്ട് തന്നെ റേഡിയോ ടെലിസ്കോപ്പുകളിലൂടെ നോക്കുമ്പോൾ ഇത്തരം ഗാലക്സികൾക്ക് അത്ഭുതാവഹമായ വലിപ്പം തോന്നിക്കും. ഇതുപോലെയുള്ള ഒരുപാട് ഗാലക്സികളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് പോർഫൈറിയോൺ ഗാലക്സി. ഇതിന്റെ മധ്യഭാഗത്തിലെ ബ്ലാക്ക് ഹോളിൽ നിന്നുമുള്ള ജെറ്റുകൾ ഏതാണ്ട് 1 കോടി പ്രകാശവർഷ ദൂരം വരെ എത്തുന്നുണ്ട്. ഈ ജെറ്റുകളുടെ നീളവും കൂടെ പരിഗണിച്ചാൽ ഈ ഗാലക്സിക്ക് ആകെ മൊത്തത്തിൽ 2.5 കോടി ലൈറ്റ് ഇയേഴ്സോളം വ്യാസമുണ്ട്. ഓർക്കുക, നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ വലിപ്പം എന്നത് ഏതാണ്ട് വെറും 1 ലക്ഷം ലൈറ്റ് ഇയേഴ്സ് ആണ്. എന്തായാലും ഈ ജെറ്റ്സിന്റെ അറ്റത്തിൽ ഊർജവും പദാർത്ഥങ്ങളും വന്ന് കുമിഞ്ഞു കൂടുന്നത് കാരണം അവിടെ വലിയ ഗോളം രൂപം കൊള്ളും. ഒരുപക്ഷെ ഓർക്കുകളും ഇതുപോലെ ജെറ്റുകളുടെ അറ്റത്തുള്ള ഗോളങ്ങളായിരിക്കും. ഈ ഗോളങ്ങൾ നമ്മളെ അഭിമുഖീകരിച്ചായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മൾ അവയെ കൃത്യമായ വൃത്താകൃതിയിൽ കാണുന്നത്. ഈ ഗോളത്തിന്റെ അതിരിലുള്ള ഊർജം ബഹിരാകാശത്തിലെ പദാർത്ഥങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഇവയുടെ അതിരിന് കൂടുതൽ തിളക്കമുള്ളത്. പക്ഷെ ഈ സിദ്ധാന്തത്തിന്റെ പ്രശ്നം എന്താണെന്നാൽ, ഇത് ശരിയാണെങ്കിൽ ഇവയുടെ മധ്യഭാഗത്തിൽ അല്ലെങ്കിൽ ഇവയ്ക്ക് സമീപത്തായിട്ട് എവിടെയെങ്കിലും സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസിനെ കാണേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ഇവയുടെ ഉള്ളിലും സമീപത്തും ഡിറ്റക്ട് ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, ഇത്തരം ബ്ലാക്ക് ഹോൾസ് യഥാർത്ഥത്തിൽ അതിതീവ്രമായിട്ട് പ്രകാശിക്കുന്നവയാണ്. തീവ്രമെന്ന് വെച്ചാൽ ഇവയ്ക്ക് പൊതുവെ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ 1000 മടങ്ങ് തിളക്കമുണ്ടായിരിക്കും. ഇത് റേഡിയോ ഫ്രീക്വൻസിയിൽ മാത്രമല്ല എല്ലാ ഫ്രീക്വൻസിയിലും കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും തിളക്കമുള്ള വസ്തുക്കളാണിവ. പക്ഷെ എന്നിട്ടും അങ്ങനെ ഒരു ബ്ലാക്ക് ഹോളും ഓർക്കുകളുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടില്ല. വേണമെങ്കിൽ നിലവിൽ ആ ബ്ലാക്ക് ഹോൾസ് ആക്റ്റീവ് അല്ല എന്നും അതുകൊണ്ടാണ് അവയെ കാണാൻ പറ്റാത്തതെന്നും നമുക്ക് പറയാം. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ, അങ്ങനെ ബ്ലാക്ക് ഹോൾസ് ഇനാക്റ്റീവ് ആകുമ്പോൾ അവയിൽ നിന്നുമുള്ള ജെറ്റും പിന്നെ ഉണ്ടാകില്ല. ശേഷം ജെറ്റുകളുടെ അറ്റത്ത് രൂപം കൊണ്ട ഗോളങ്ങളും അധികം വൈകാതെ തന്നെ അപ്രത്യക്ഷമാകും. അങ്ങനെയെങ്കിൽ നമുക്ക് ഓർക്കുകളെ കാണാൻ കഴിയില്ലായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ സിദ്ധാന്തം പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒന്നല്ല. ഇനി രണ്ടാമത്തെ സിദ്ധാന്തം, ഒരുപക്ഷെ ഇത് 2 സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് തമ്മിൽ കൂട്ടിയിടിച്ച് യോജിച്ചതിന്റെ അനന്തരഫലമായിട്ട് രൂപം കൊണ്ടതായിരിക്കുമെന്നാണ്. അത്തരം സാഹചര്യങ്ങളിലും ഇതുപോലത്തെ ഘടനകൾ രൂപം കൊള്ളാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ആ കൂട്ടിയിടിക്കപ്പെട്ട ബ്ലാക്ക് ഹോൾസ് എവിടെയെന്നതും അവ നിലനിന്ന ഗാലക്സികൾ എവിടെയെന്നതും ഒരു വലിയ ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതിനാൽ ഈ സിദ്ധാന്തവും അധികം ആരും തന്നെ അംഗീകരിച്ചിട്ടില്ല. നിലവിൽ ഓർക്കുകൾ വലിയൊരു നിഗൂഢതയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ശാസ്ത്രജ്ഞർ അധികം ഓർക്കുകളെയൊന്നും കണ്ടെത്തിയിട്ടില്ല. 2019 ശേഷം വീണ്ടും 3 ഓർക്കുകളെയും കൂടെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഇതുവരേക്കും ആകെ മൊത്തം വെറും 6 ഓർക്കുകളെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. അതിലും ഒരെണ്ണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓർക്കുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനും സാധിച്ചിട്ടില്ല. കൂടുതൽ ഓർക്കുകളെ കണ്ടെത്തിയാൽ മാത്രമേ അവയെക്കുറിച്ച് കൂടുതൽ സമഗ്രമായിട്ട് പഠിക്കാനും അവ എന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ.